ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ തഞ്ചാവൂരിലേക്കുള്ള യാത്രയിലാണ്. ഏതോ ഒരു സ്ഥലമാണ്. ഇന്നലെ ഇവിടെയാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ വന്ന വഴിയിൽ നല്ല ഉറക്കം വന്നു. ആരായത് അറിയില്ല. വന്ന വഴിയിൽ നല്ല ഉറക്കം വന്നപ്പോൾ വണ്ടി ഇതാ ഇവിടെ സൈഡാക്കി അവിടെ തന്നെ ടെൻ്റ് അടിച്ച് അവിടെ തന്നെ ഉറങ്ങി കേട്ടോ. എന്താ രാജേഷ് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇഷ്ടം പോലെ മയിലുകളുണ്ട്. മയിലിനെ നോക്കി നടക്കുന്നുണ്ട്. രാവിലെ എണീറ്റ് വന്ന് പെട്രോൾ പമ്പിൽ പോയി ഫ്രഷായി വന്നതാണ്. നമ്മൾ യാത്ര തുടരട്ടെ. ആ മയിൽ തന്നെ കണ്ട, അതിൻ്റെ മുകളിൽ വരെ മയിലാണ്. എവിടെ നോക്കിയാലും മയിലാണ് ഇവിടെ. തഞ്ചാവൂരൊക്കെ യാത്രയിലാണ്. നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് സൈഡാക്കി കേട്ടാ. ഇവിടെ കുറേ കൃഷിയുണ്ട്. നമ്മളെ കടലയാണ്, കടലേൻ്റെ ചെടിയാണ് കേട്ടോ ഫുള്ള്. ഇതായി വരുന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെയെല്ലാം പൂവായതേ ഉള്ളൂ, ആയില്ല. ചെറുങ്ങനെ പൂവായി വരുന്നേ ഉള്ളൂ. എന്താ ഒന്ന് ചെറുതായത് ഞാൻ ജസ്റ്റ് തന്നെ പറിച്ചത്. നാട്ടിലെല്ലാം നമ്മൾ പൊളിച്ച് തിന്ന സാധനം പീനട്ട്. നമ്മൾ കാവേരി നദിക്ക് ക്രോസ് ആണ് പോകുന്നത് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റില്ല, നല്ല അത്യാവശ്യം ഹൈറ്റിലാണുള്ളത്. ഇത് കാവേരി നദിയാണ്. കാവേരി നദിക്ക് ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മൾ ഉത്തരാഖണ്ഡിലെ വീഡിയോ നോക്കിയാൽ നമുക്ക് ഗംഗയെല്ലാം കാണാം കേട്ടോ. ഗംഗ വേറെ ഏതൊക്കെ നദിയുണ്ട്, ഞാൻ മറന്നുപോയി. തഞ്ചാവൂരിൽ നമുക്ക് കുറേ അമ്പലങ്ങൾ കാണാനുണ്ട്. അവിടെ കുറേ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് കാണാൻ. 2 ദിവസം എന്തായാലും സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ 2 ദിവസം കൊണ്ട് ഞായറാഴ്ച തിരിച്ചു വരാനാണ് പ്ലാന്. ഞായറാഴ്ച ആകുമ്പോഴത്തേനും എന്തായാലും കംപ്ലീറ്റ് ആവും. അപ്പോൾ അങ്ങനെ പോകാനായിട്ടാണ് പ്ലാന്. കാവേരി റിവറിൻ്റെ ഒരു ചെറിയൊരു വ്യൂ ആട്ടോ. തഞ്ചാവൂരിൽ നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. 2 റൂട്ടുണ്ട്. മെയിൻ ഹൈവേയിൽ വേണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ കുറച്ച് ഗ്രാമമൊക്കെ കണ്ട് നമുക്ക് ലോക്കൽ റൂട്ടിലേ പോവാം. ഞാനത് ഗ്രാമങ്ങളിൽ കൂടെ പോകാമെന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ താഴോട്ട് വന്ന കേട്ടോ. അപ്പോൾ സർവീസ് റോഡിലേ പോയിട്ട് റിട്ടേൺ അടിക്കണം. നോക്കട്ടെ, ഒരു ചായ കുടിക്കാൻ ചവിട്ടിയാണ്. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ കുംഭകോണം, തഞ്ചാവൂർ, നാഗപട്ടണം, പുതുക്കോട്ടൈ എല്ലാം അടിപൊളി കേട്ടോ. പുതുക്കോട്ടയല്ല, പാട്ടുക്കോട്ടൈ. എന്തായാലും നമ്മൾ നല്ലൊരു ചായ കുടിക്കട്ടെ. അവിടെ കാണാം. നമ്മൾ കുറച്ച് കുടിവെള്ളം ഫില്ല് ചെയ്യാം കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ പൈപ്പുണ്ട്. തമിഴ്നാട്ടിൽ പൈപ്പിനൊന്നും ഒരു ക്ഷാമമില്ല. എവിടെ പോയാലും കുടിവെള്ളം കിട്ടും. അപ്പോൾ വെള്ളമെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയ ഗ്രാമത്തിലുള്ള കേട്ടോ. എല്ലാവരും ആൾക്കാരെല്ലാം ഇതാ അവരവരെ വണ്ടിയിൽ വെള്ളങ്ങൾ നിറച്ചിട്ട് കൊണ്ടുപോവാണ്. തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളെ കാഴ്ച കേട്ടോ. നമ്മൾ വെറുതെ ടോൾ വെട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ ഗ്രാമങ്ങളിലേക്ക് കൂടെ പോകുന്നതാണ്. നല്ല രസമാണ്. ആൾക്കാർ കുറേ വെള്ളം എടുക്കുന്നത്. നമ്മളിപ്പോൾ വെള്ളം എടുത്ത പോലെ ഇവിടെ ഇഷ്ടംപോലെ പൈപ്പുകളുണ്ട്. മുട്ടി പൈപ്പുകളാണ്. നമുക്ക് എവിടെ നിന്ന് വേണം വെള്ളം എടുക്കാം. ചെറിയ വീടുകൾ. ഇതൊരു ചെറിയൊരു കോളനി പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. ടോള് വെട്ടിച്ച് പോകുമ്പോൾ നമുക്ക് നല്ല മനോഹരമായ കാഴ്ചകൾ കിട്ടും കേട്ടോ. ഇല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഹൈവേയിലെ കൂടെ ഓടിക്കാന്നേ ഉള്ളൂ. നല്ല കൃഷിസ്ഥലങ്ങളും പാടങ്ങളും കാണാൻ തന്നെ അടിപൊളി കേട്ടോ. ഫുള്ള് മറ്റേ കുളവാഴയൊക്കെ കേട്ടോ. പിന്നെ നല്ല ആമ്പൽ, ഇഷ്ടംപോലെ ആമ്പലുണ്ട്, ഇഷ്ടംപോലെ കാണാനുണ്ട്. അടിപൊളി സ്ഥലം. ഓപ്പോസിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതാ ഫുള്ള് നെൽപ്പാടങ്ങളാണ്. എവിടെ നോക്കിയാലും നെല്ല്. ഏതോ ഒരു അപ്പൂപ്പനാർന്ന് പണിയെടുക്കുന്നുണ്ട്. അടിപൊളി.
നമ്മൾ ഈ ഗ്രാമങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. ഇല്ലെങ്കിൽ വെറുതെ ടോളും കൊടുത്ത് നമ്മളിങ്ങനെ ഹൈവേയിൽ വെച്ച് പിടിക്കും 100, 110 ഒരു കാര്യമില്ല. നമ്മളിതൊക്കെ കാണാനാണല്ലോ വരുന്നത്. അപ്പോൾ മാക്സിമം ഇങ്ങനെ ലോക്കൽ റൂട്ട്സെല്ലാം ആണ് ഞാൻ കവർ ചെയ്യാറ്. അതുകൊണ്ട് ഒരു പ്രാവശ്യം ഒരു പണി കിട്ടിയിട്ടുണ്ട്. പക്ഷേ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതും പോലീസുകാരെ ഒരു പൈസയ്ക്ക് വേണ്ടി കളിച്ച കളിയാണ്. മോശം അനുഭവങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ട്. ബട്ട് എനിക്കിതാണ് ഇഷ്ടം. ഞാൻ അങ്ങനെ പോകാറുള്ളൂ. നല്ല അമ്പൽ ചെടികളെല്ലാം കാണാം കേട്ടോ, അടിപൊളിയാണ്. ഇതുവരെ കൃഷി സ്ഥലത്തേക്ക് വെള്ളം എടുക്കുന്ന സ്ഥലമാണ്. ഒരു പാടമാണ്, പക്ഷേ ഇപ്പോഴത്തെ ഫുള്ള് വെള്ളമാണ്. എന്തൊക്കെയോ പക്ഷികളൊക്കെ കരയുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട ഫുൾ ടൈം വെള്ളമുണ്ട്. കൃഷി സ്ഥലത്തേക്ക് ഫുള്ള് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അടിപൊളി കേട്ടോ, നല്ല വെള്ളമുണ്ട്, നല്ല സ്ഥലങ്ങൾ, പൊളി. നെറ്റ് നിറച്ച കുറേ പക്ഷികളാട്ടോ. രാവിലെ പാടത്ത് പണിയെടുക്കാൻ വരുന്നവരെ വണ്ടികളാട്ടോ. എല്ലാവരും രാവിലെ വന്ന് പണി തുടങ്ങും. ഇപ്പൊ തന്നെ സൂര്യൻ വന്ന സമയത്ത് തന്നെ നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമാണ്. ഇപ്പുറത്തെ സൈഡ് ഫുള്ള് വെള്ളമാണ്, ഇപ്പുറത്തെ സൈഡ് ഫുള്ള് കണ്ടമാണ്, നെൽപ്പാടങ്ങൾ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വെള്ളം നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു ബണ്ട് പോലെ ഉണ്ട്. അപ്പോൾ അതിൽ ഇത് അവർക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും വെള്ളം എത്ര പോകണം എന്നുള്ളത്. കൊള്ളാം, സെറ്റപ്പ് കൊള്ളാം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സെറ്റപ്പ്. അതായത് ഇവിടെയുള്ള വെള്ളം നമുക്ക് ഇതാ ഈ ഒരു സംഭവം വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അളവ് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നേരെ അവരെ കൃഷിസ്ഥലത്തേക്ക് പോകും. ഇത് ഇങ്ങനെ ഒരു ബണ്ടുണ്ട്, ഇവിടുന്ന് നേരെ കൃഷിസ്ഥലത്തേക്ക് പോകും. ഇതുപോലെ തന്നെ നമ്മൾ വന്ന വഴിയാണെങ്കിൽ ഇവിടുന്ന് വെള്ളം നേരെ ഇപ്പുറത്തോട്ട് ഇതേപോലെ കൺട്രോൾ ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ടോൾ പൊട്ടിച്ച് വെച്ചാൽ കറക്റ്റ് വണ്ടി കൊണ്ടൊരു ലെവലേ ഉള്ളൂ. ഇവരെ ട്രാക്ടർ പോകുന്ന ഒരു ചെറിയൊരു വഴിയാട്ടാ, ആ ഒരു വഴിയേ ഉള്ളൂ. എന്തായാലും നമ്മൾ ടോൾ പൊട്ടിച്ച് ഇവിടെ എത്തി. സംഭവം കൊള്ളാം, അടിപൊളി അടിപൊളി അടിപൊളി. അപ്പം നമ്മൾ നമ്മളെ ടോൾ ഏകദേശം വെട്ടിച്ച് കഴിഞ്ഞു. ഇതാണ് ആ ടോൾ ബൂത്ത്. യെസ്, നമ്മൾ നേരെ ഇപ്പുറത്ത് വന്ന് കയറും. ഇതിൽ വേറെ ആരും ടോൾ വെട്ടിക്കാൻ പോകാറില്ല എന്ന് തോന്നുന്നു. കാരണം റോഡ് ഭയങ്കര മിസ്റ്റേക്കാണ്. ചെറിയ റോഡാണ്, വളരെ ചെറിയ റോഡാണ്. കാറും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അടിയൊക്കെ തട്ടും. നമ്മളെ വണ്ടി ആകൊണ്ട് വിസില്ല, എവിടെയും പോകും. അങ്ങനെ നമ്മളെ ടോൾ റോഡ് കഴിഞ്ഞിരിക്കുന്നു, നമ്മുടെ സ്വർഗം കഴിഞ്ഞിരിക്കുന്നു. ഇനി പിന്നെ നല്ല റോഡില്ല കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്താൽ നാഷായം എത്തി, പിന്നെയും അതിനകത്തേക്ക്. നമ്മൾ ചായ കുടിക്കാൻ സൈഡാക്കിയിട്ടില്ലേ. ഫസ്റ്റ് ഒരു പൊങ്കൽ ട്രൈ ആക്കാന്ന് വെച്ചു. തഞ്ചാവൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അതാ ബൃഹദേശ്വരി ക്ഷേത്രത്തിന്റെ മേൾഭാഗം നമുക്ക് കാണാൻ പറ്റും. നമ്മൾ തഞ്ചാവൂർ എത്തി. തഞ്ചാവൂരിലെ ആദ്യത്തെ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മൾ ഇവിടുത്തെ മെയിൻ ടെമ്പിളിലാണുള്ളത് ബൃഹദീശ്വര ക്ഷേത്രം. ഇതാ ക്ഷേത്രത്തിന്റെ മുമ്പിലാണുള്ളത്, പാർക്കിംഗ് സ്പോട്ടിലാണുള്ളത്. ഓക്കെ, വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ക്ഷേത്രം ഇതാണ്, ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് ഒരു വ്യൂ വരുന്നത് കേട്ടോ. നമ്മൾ ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്ത് അപ്പോൾ ഉള്ളിലേക്ക് ഇറക്കണം, എന്നിട്ട് ബാക്കി കാണാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവലിംഗമുള്ള ഒരു അമ്പലത്തിലൊന്നാട്ടോ ഇത്. ഭയങ്കര ഫേമസ് ടെമ്പിളാണ്. എന്തായാലും നമുക്ക് അകത്തേക്ക് കടന്നു നോക്കാം. നമ്മളിതാ ടെമ്പിളിൻ്റെ എൻട്രൻസിലാണ് ഉള്ളത്. ഇടലാണ് കേട്ടോ, അടിപൊളി കൊത്തുപണി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ കവാടെല്ലാം നല്ല അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഓ മാൻ, നമ്മളകത്തോട്ട് പ്രവേശിക്കുന്നു. അയ്യോ കിട്ടില്ല കേട്ടോ.
ഇതാണ് ടെമ്പിളിൻ്റെ ഒരു ഔട്ട്ലൈൻ കേട്ടോ. നമ്മളിപ്പോൾ ഫസ്റ്റ് ഉള്ള ഒരു എൻട്രൻസിലാണ് ഉള്ളത്. അത് കഴിഞ്ഞ് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ മെയിൻ ടെമ്പിൾ. ഇതാണ് ഇവിടുത്തെ തഞ്ചാവൂരിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രം. ചോളാസിൻ്റെ ആ സമയത്തുള്ള ടെമ്പിളാണ്. നമ്മൾ ഫസ്റ്റ് എൻട്രൻസ് കഴിഞ്ഞ പാട് നമുക്ക് വേറെ എൻട്രൻസ് ഇവിടെ കിട്ടും. അതിന് മുന്നായിട്ട് ഇവിടെ ഷൂ കാര്യങ്ങളൊക്കെ ഇവിടെ ചെരുപ്പിട്ട് നമുക്ക് അകത്തോട്ട് പോകാൻ പറ്റില്ല. 10 വർഷം കൊണ്ടാണ് ഇത് ഫുള്ളായിട്ട് ഉണ്ടാക്കി തീർന്നത്. 1000 തുടങ്ങിയിട്ട് 1010 ഇതിൻ്റെ ബിൽഡിങ് ഫുള്ള് കംപ്ലീറ്റ് ആയത് കേട്ടോ. ചോളവംശത്തിൽ ആ സമയത്ത് ഉണ്ടാക്കിയ ഒരു അടിപൊളി സാധനമാണ് കേട്ടോ. അടിപൊളി നിർമ്മിതിയാണ്. ശിവൻ്റെ ഒരു ടെമ്പിളാണ് മെയിനായിട്ടിത്. അതിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ശിവലിംഗം ഉണ്ടെന്ന് പറയുന്നത്. നമുക്ക് അകത്തോട്ട് കയറി നോക്കാം, അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ചെരുപ്പെല്ലാം വെച്ചിട്ട് അമ്പലത്തിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുകയാണ്. ഇവിടുത്തെ ചുമരങ്ങളിലെല്ലാം എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. തമിഴാണ്, വായിക്കാൻ അറിയില്ല. ഈ എൻട്രൻസ് കഴിഞ്ഞാൽ എത്തുന്നത് എന്താ മെയിൻ ടെമ്പിളിൻ്റെ വ്യൂവിലേക്കാണ്. ഒരുപാടുണ്ടെന്ന് എനിക്കൊരു പിന്നെ ഹംപിയിലൊക്കെ പോയ ഫീലാണ് തോന്നുന്നത്. നമ്മൾ ഹംപിയിൽ പോയ സമയത്തൊക്കെ ഇതുപോലെയായിരുന്നു, പരന്ന് കിടക്കാണ്. പൊളി. ഇവിടെ ഒരു വലിയ നന്ദീൻ്റെ ഒരു പ്രതിമയാണ് കേട്ടോ. അതും ഭയങ്കര ഫേമസ് ആണ്. ഈ അമ്പലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ഷാഡോ, ഇതിൻ്റെ നിഴൽ ഒരിക്കലും നിലത്ത് പതിക്കൂല. ഇപ്പം എങ്ങനെയായാലും രാവിലെ ആയാലും ഉച്ചക്കായാലും വെയിൽ എങ്ങനെ അടിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ നിഴൽ താഴെ പതിക്കൂല കേട്ടോ. ഇതിൻ്റെ ഹൈറ്റ് നിങ്ങൾ നോക്കണം. ഏതോ എന്താണ് ഹൈറ്റ് നോക്കണം. അതുപോലെ ഇതിൻ്റെ ശിവലിംഗത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ളത് 29 അടിയാണ്. അത്ര വലിപ്പമുണ്ട്. 8.7 മീറ്റർ. അത്രയും വലിയ ഒരു ശിവലിംഗമാണ് കേട്ടോ ഇതിനകത്തിരിക്കുന്നത്. ഇതിൻ്റെ ചുറ്റും എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നുള്ളത് ഒന്നും മനസ്സിലാവുന്നില്ല. എന്നാലും അമ്പലൊരു രക്ഷയില്ല. അതിൻ്റെ താഴെ നിന്നിട്ടിങ്ങനെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഒന്നും പറയാനില്ല. ഒരു സിമെൻറ്റ് പോലും യൂസ് ചെയ്യാതെ ഇങ്ങനെ കല്ലിലുണ്ടാക്കി വെച്ചേട്ടോ. ഇത് അമ്പലത്തിൻ്റെ ബാക്ക് ഭാഗത്തിൻ്റെ വ്യൂ ആണ്. എന്ത് രസമാണോ കാണാൻ. അടിപൊളി കേട്ടോ. സൈഡിൽ ഇങ്ങനെ ചെറിയ ചെറിയ അമ്പലങ്ങൾ കുറേ ഉണ്ട്. ഈ ഒരു കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാം കൊത്തുപണി എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവല് സാധനങ്ങളാണ്. ക്ഷേത്രത്തിൻ്റെ എല്ലാ കല്ലുകളിലും ഇങ്ങനെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഏത് ലിപിയാണ്, എന്ത് ലാംഗ്വേജ് ആണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ ഗോപുരത്തിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഒരു പീസ് ഉണ്ടല്ലോ, ആ പീസ് എന്ന് പറയുന്നത് 80 ടണ്ണ് ഭാരമുണ്ട് കേട്ടോ. 80 ടണ്ണ് ഭാരമുള്ള ഒറ്റ കല്ല് തീർത്ത സാധനമാണ്. ഒരുപാട് ശിവലിംഗങ്ങളാണ് കേട്ടോ, പല സൈസിൽ. ഗണപതിൻ്റെ എല്ലാം നല്ല വിഗ്രഹങ്ങളാണ് കേട്ടോ. എല്ലാം പഴയ കല്ലാണ്. എണ്ണമയം കണ്ടോ ഫുള്ള്. യൂഷ്വലി പൊളിറ്റീഷ്യൻസ് ഒന്നും ഈ അമ്പലം വിസിറ്റ് ചെയ്യാറില്ല. കാരണം ഈ അമ്പലം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇപ്പോഴുള്ള പൊസിഷൻ നഷ്ടപ്പെടുന്നതാണ് കേട്ടോ പറയപ്പെടുന്നത്. പഴയ കുറേ ശിവലിംഗം കാണാം. പഴയ നല്ല പെയിൻറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ശിവലിംഗങ്ങൾ കുറേ ഉണ്ട്.
ഏത് രാജാവായാലും ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ ആ പദവി പെട്ടെന്ന് നഷ്ടപ്പെടുന്ന വിശ്വാസം കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഈ രാജാവിൻ്റെ മകൻ പെട്ടെന്ന് തന്നെ നമ്മുടെ തഞ്ചാവൂരിൽ ജസ്റ്റ് എസ്കേപ്പ് ആവുകയും റിവറിൻ്റെ അപ്പുറത്ത് വേറൊരു ടെമ്പിൾ, ബൃഹദീശ്വര ടെമ്പിൾ തന്നെ വേറൊരു ടെമ്പിൾ അയാൾ പണിയെടുപ്പിക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെയാണ് വിശ്വാസം. അതുകൊണ്ട് പൊളിറ്റീഷ്യൻസ് ഒന്നും ഇവിടെ വരാറില്ല. ഇതിലൊക്കെ കൊത്തുപണിയൊന്നും വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീരൂല കേട്ടോ, ഒന്നും പറയാനില്ല. നമ്മുടെ നാടിൻ്റെ അടുത്ത് എടുക്കുന്ന ഇതുപോലെയുള്ള ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. നോർത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരുപാടുണ്ട്. പറ്റുമെങ്കിൽ ഇതൊക്കെ ഒന്ന് വന്ന് കാണുന്ന എല്ലാവരും കേട്ടോ. പഴയ കാലത്ത് മനുഷ്യന്മാർ ഒറ്റക്കല്ല, ഏലിയൻസും കൂടെ കൂടിയിട്ടാണ് ഇതൊക്കെ നിർമ്മിതികൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്നാണ് പറയപ്പെടുന്നത്. ശരിക്കും എനിക്കത് തോന്നാറുണ്ട്. കാരണം ഒരിക്കലും മനുഷ്യർക്ക് ഇത്ര പാടൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നൊരു സാങ്കേതിക വിദ്യ പോലും ഇല്ലാത്തൊരു കാലത്ത്. അതിൻ്റെ ഏറ്റവും മുകളിൽ ഡോം തന്നെ അത്ര വെയിറ്റുള്ള സാധനമാണ്. അതിലൊക്കെ എങ്ങനെ അതത്രയും ടോപ്പിലെത്തിച്ചു, അവരൊറ്റക്കല്ല് തീർത്ത സാധനം എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതെങ്ങനെ സാധിച്ചു എന്നില്ല നമുക്കും അറിയില്ല. ചോളവംശത്തെ പറ്റിയിട്ട് നമ്മളിപ്പം മൂവീലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ മറ്റേ എന്താ മൂവീൻ്റെ പേര്, മൂവീസിലൊക്കെ ഇപ്പോൾ ഓൾറെഡി ഉണ്ട് രാജരാജ ചോളനൊക്കെ. അപ്പോൾ ഇത് രാജരാജ ചോളൻ ഫസ്റ്റ് ഒന്നാമത്തെ ആൾ ഉണ്ടാക്കിയ ടെമ്പിളാണ്. രണ്ടാമത്തെ ആണ് മകൻ ഉണ്ടാക്കിയത്. ആ ടെമ്പിൾ നമ്മൾ അടുത്ത വീഡിയോസിൽ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. ഈ അമ്പലത്തിന് ചുറ്റും ടോട്ടൽ 252 ശിവലിംഗങ്ങളും 1108 നന്ദി ശില്പങ്ങളും ഉണ്ട് കേട്ടോ, ചെറിയതും വലുതായിട്ടുള്ളത്. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ശിവക്ഷേത്രങ്ങളിൽ ഓരോന്നാണിത്. അമ്പലത്തിന് ചുറ്റും ഇതുപോലെ നടന്ന് കാണാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. പക്ഷെ ഇതിനകത്ത് നിറച്ച് ശിവലിംഗമാണ്. എവിടെ നോക്കിയാലും ശിവലിംഗമാണ്. പല സൈസിലുള്ള ശിവലിംഗം ആണ് നിറച്ച്. അതിൻ്റെ നടുക്ക് അമ്പലം. നല്ല പുറത്ത് നല്ല ചൂടാണ്, പക്ഷേ ഇതിൻ്റെ അകത്ത് എന്ത് രസമെന്ന് പറയാൻ നടക്കാൻ. നല്ല തണുപ്പ്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു ശിവലിംഗം ഉണ്ട്. അത് കാണാൻ വേണ്ടി കയറാം കേട്ടോ. തൂണുകളൊന്നും ഒരു രക്ഷയില്ല അകത്ത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഫോട്ടോഷൂട്ട് അലൗഡല്ല കേട്ടോ. ഒരു രാവണനെ കാണാം, അടിപൊളി. ഇവിടെയാണ് ഏറ്റവും വലിപ്പമുള്ള നന്ദിയില്ല കേട്ടോ. നന്ദീൻ്റെ വലിയൊരു പ്രതിമയുണ്ട്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ നല്ല പെയിൻറ്റിങ് വർക്ക്സ് ഉണ്ട്, പഴയതാട്ടോ. ഇത് കണ്ടിട്ട് ഒറ്റക്കല്ല് തീർക്കാൻ തോന്നുന്നു. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. എന്തെല്ലാം പറഞ്ഞാലും ചോളവംശത്തിലെ ആ സമയത്ത് ഉണ്ടാക്കി വെച്ച നിർമ്മിതികളെല്ലാം ഒരു രക്ഷയില്ലാത്ത സാധനങ്ങൾ കേട്ടോ. 1279 സിയിലാണ് ചോളവംശം തമിഴ്നാട്ടിൽ നിന്ന് ഫുള്ളായിട്ട് ഒഴിവായി പോകുന്നത്. ആ സമയത്താണ് പാണ്ഡ്യൻസ് ചോളവംശക്കാരെല്ലാം തകർത്തെറിഞ്ഞ് ഇതെല്ലാം കൈയടക്കിയത് കേട്ടോ. ഇതിനകത്ത് ടെമ്പിളിൻ്റെ ആർക്കിടെക്ചറിനെ പറ്റിയിട്ട് ഫുള്ള് വായിച്ച് പഠിക്കാൻ പറ്റിയ സ്ഥലമുണ്ട് കേട്ടോ. ഇൻഫർമേഷനൊക്കെ നിങ്ങൾ വായിച്ച് പഠിക്കണം ശരിക്കും. കുറേ ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. ഓരോന്നിൻ്റെ നിർമ്മിതി ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഇത് വരുന്നത് ടെമ്പിളിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ബിൽഡിങ്ങിനാട്ടോ. പഴയകാല ടെമ്പിളിൻ്റെ ആ ഒരു സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ 1950-ലാണ്, പിന്നെ 2005-ലുള്ളത്. അങ്ങനെ ഓരോ പല പല കാലഘട്ടത്തിൽ. 1930-ൽ കണ്ടോ, ആ ബൗണ്ടറി കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ നിങ്ങൾക്ക് വന്ന് കാണാം കേട്ടോ. ഒരുപാട് റൈറ്റിങ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ എന്താണെന്നൊന്നും അറിയില്ല. ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട്. ഇതിൻ്റെ ഫുള്ള് ചുമരിൽ ഫുള്ള് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ ഇറങ്ങി കേട്ടോ, പുറത്തേക്ക് ഇറങ്ങി. അത്യാവശ്യം നല്ല ക്രൗഡാണ്. നമ്മൾ രാവിലെ പോയോണ്ട് അത്യാവശ്യം ആളുണ്ടായില്ല. ഇതിപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നല്ല ആളായി, നല്ല ക്രൗഡായി. അപ്പോൾ ഇനി അടുത്ത സ്പോട്ട് നോക്കട്ടെ. ഇവിടെ ഒരു ബേർഡ് സാങ്ച്വറി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഒരു ഏരിയയിലേക്കൊക്കെ പോയി നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ കാഴ്ചകൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.